ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ മണാലിയിൽ രണ്ടാമത്തെ ദിവസമാണ്. പക്ഷെ മണാലി വന്നാലും റെഡി ആവാൻ കാണിക്കുന്ന ഈ മനസ്സ് കണ്ടില്ലേ. അപ്പോൾ തണുപ്പൊക്കെ ഓക്കെയാണ്, പക്കയാണ്. ഇതെന്താ രണ്ടാമത്തെ ദിവസമാണ് അതല്ലേ. പക്ഷെ ഇത് ഓക്കെയാണ്. ഇന്ന് പോയിട്ട് ഇന്ന് എന്തൊക്കെയാ നടക്കുന്നത് മണാലിയില് സെക്കൻഡ് ഡേ. ഞങ്ങളോട് ചെറിയ നിങ്ങൾ ഇങ്ങനെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ. വീഡിയോയിലേക്ക് പോട്ടെ. ഓക്കെ ബൈ. നോക്ക് ഗൈസ്, ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുക. ലിബാം ഒക്കെ ഇട്ടോണ്ടിരിക്കുക. എന്നെക്കാൾ കൂടുതൽ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്റെ അപ്പുവായിരിക്കും. ഇല്ല പന്ന അതെ, സുന്ദരനായല്ലോ. ഈ 4 ദിവസം ഞങ്ങൾ ഇതേ ഡ്രസ്സിൽ കാണേണ്ടി വരും. കാരണം ഈ ഉള്ളിലിട്ടിരിക്കുന്ന ഡ്രസ്സ് ഞങ്ങൾക്ക് പുറത്ത് മാറ്റാനും പറ്റില്ല. ഒടുക്കത്തെ റേറ്റ് ആണ്. ഈ ഒരു സാധനം എത്ര പറഞ്ഞോ? 3700. 3500 പറഞ്ഞിരിക്കാം. പക്ഷെ ഞങ്ങള് വാങ്ങി. എന്റെ ആഗ്രഹമായിരുന്നു നഷ്ടം. ട്രിപ്പ് എന്തിനാണ്? ട്രിപ്പ് എൻജോയ് പാട്ടില്ലേ, ട്രിപ്പ് എൻജോയ് ചെയ്യണേ ഞാൻ ജീവനോടെ ഉണ്ടാവണ്ടേ. പാട്ട് ഭയങ്കര മറ്റേ എന്താണ് ദൈവീകമാണ്. രാവിലെ 8 മണിയാണോ? 8:30 നമ്മളിപ്പോ പോണത്. 8 മണിക്ക് ഇറങ്ങിട്ടോ. നേരത്തെ ഇറങ്ങണം പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കുളു മണാലിക്ക് അല്ലേ? കുളുവിലേക്ക്. ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാൻ ചെയ്തൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കാം. അപ്പൊ നമ്മുടെ കൊറേ നേരം നിക്കാൻ പറ്റുന്നില്ല. തണുത്തിട്ട് കയ്യും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഇവളുടെ അടുത്ത് ഞാൻ അപ്പോഴും പറഞ്ഞാണ് ഉള്ളിൽ തന്നെ ഇരുന്നാ മതി. ഞാൻ ഉള്ളിൽ ഇരിക്കാൻ വിചാരിച്ചുട്ടോ ഗൈസ്. എന്തായെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സൈഡില് അപ്പുറത്തെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ കയറിയിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കയറാൻ നിൽക്കുന്നു. ഞങ്ങളിപ്പോ എല്ലാ സൈഡിൽ നിന്ന് ആളെ ഞങ്ങൾ തിങ്ങി തീർക്കില്ല. എനിക്ക് ഒന്നാമത്തെ വോമിറ്റിങ്ങിന്റെ പ്രശ്നമുണ്ടേ. ഞാനപ്പോ എല്ലാരും കൂടെ തിക്കി തീർക്കിരുന്നാലും ശരിയാവില്ല. മൂഞ്ചിയൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. സൂപ്പർ സൂപ്പർ. എന്റെ കൈയൊക്കെ എന്തോ എന്ത് കയറി പിടിച്ചതെന്ന് അറിയില്ല. കയറി പിടിച്ചതും കൈ മൊത്തം കഴുകി. പക്ഷെ അത് പോണില്ല. ഒടുക്കത്തെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. മോളിലേക്ക് കയറിയിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോഴും സഹിക്കാൻ വിളിച്ചാണ്. കൈയൊക്കെ ഇല്ലേ ഭയങ്കര വേദന. നമ്മള് മേലെ പോവാ ടോപ്പിലേക്ക്. എന്തിനല്ലേ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോകണം. ഒട്ടും എക്സ്പെക്ട് ചെയ്താത്ത, ഇവിടെ കിട്ടുന്ന പോലെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാക്കേജിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അഡീഷണലി നമ്മൾ എടുത്തതാണ്. നമ്മുടെ ഡേയിൽ ഇന്നത്തെ ഡേയിൽ ഇതൊന്നും അല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറെ കുറെ കാര്യങ്ങളാണ്. ഞങ്ങൾക്കിത് വേണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനും എന്ന് പറഞ്ഞപ്പോ നമ്മളെ പാക്കേജ് ഇട്ടുന്നവര് ഇറ്റ്സ് മൈ ജേർണി എന്നാട്ടോ അവരുടെ പാക്കേജിന്റെ പേര്. പ്രൊമോഷൻ ഒന്നും അല്ലാട്ടാ, അടിപൊളി പാക്കേജ്. റൂംസ് സൂപ്പറാണ്. അപ്പൊ അവരടുത്ത് നമ്മള് പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണ് വേണ്ട പറഞ്ഞപ്പോ അവര് നമ്മള് പറയുന്ന പോലെ സെറ്റാക്കി തന്നിട്ടുണ്ട്. സോ ഇപ്പൊ മോളിക്ക് കയറിക്കൊണ്ടിരിക്കുക. പന്നിക്കുട്ടി പേര് ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് മോളിൽ നിന്ന് എടുക്കണം ഗൈസ്. ഞാൻ ഗ്ലൗസില്ലാതെ കാര്യം നടക്കില്ല. ഗ്ലൗസ് എടുത്ത് സെറ്റ് ആക്കണം. അയ്യോ ടയർഡ്. അയ്യോ ഞാൻ ഓണാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറയാൻ കുഴപ്പമൊന്നുമില്ല. സൈഡായി
ഞാൻ പറഞ്ഞേ 2.5 മണിക്കൂറാണെന്ന് തോന്നുന്നത്. 2.5 മണിക്കൂറാണെങ്കിൽ ശരി 2.5 കിലോ ഗ്ലൗസ് എടുക്കായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടുപൊഴിക്കില്ലേ ഗൈസ്? നല്ല കണക്കിന് പൊട്ടുന്നുണ്ട് കൈ. എവിടെയെങ്കിലും ചെറുതായിട്ട് തട്ടുപൊഴിക്കും. രാവിലെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ഈ മോണൊക്കെ പൊട്ടിയിൽ എന്റെ ബ്ലഡ് വന്നോണ്ടിരിക്കായിരുന്നു. അതാണല്ലോ വലിയ കാര്യം. നല്ല സീരിയസ് ആയിട്ട് പറഞ്ഞത്. നമ്മൾ എന്തിനാ വന്നിരിക്കുന്നല്ലേ? പാരാഗ്ലൈഡിങ്. പക്ഷെ ഇവിടെ ഒടുക്കത്താണ്. ഇപ്പൊ ഒടുക്കത്തെ വ്യൂ നമ്മൾ നിൽക്കുന്നത്. ചോദിക്കാൻ പോണ്ട് പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാരാഗ്ലൈഡിങ്. അവസരം ഞങ്ങളത് ആക്കിയിട്ടില്ല. എനിക്ക് ചെറിയ നെർവസ് ഒക്കെ ഉണ്ട്. ഇവരെടുത്ത് എവിടെ പോയാലും മുള്ളാൻ പോണം. പെട്ടെന്ന് വിളിച്ചു പോയോ? അതിനകത്ത് ആളുണ്ടോ? ഞാൻ തിന്നതാണെന്തോ കടിക്കുന്നെന്തോ മണ്ണാണോ തോന്നുന്നു. ഗൈസ് ഞങ്ങൾ പാരാഗ്ലൈഡ് ചെയ്യാൻ പോലെ ഗൈസ്. അയ്യോ ഇരിക്കുക. വെയിലുണ്ട് ഇപ്പൊ ഇച്ചിരി ഓക്കെയാണേ. വെയിൽ മുകളിൽ നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഈ മറ്റേ മുകളിൽ നിന്ന് വന്നോണ്ടേ എന്റെ കൈ നോക്ക് ഇങ്ങനെ കരിയായ വെള്ളം ഉണ്ടോ എന്തോലെ. കുട്ടിയെ പരിചയപ്പെട്ടു. അച്ഛൻ്റെയും പേട്ടാ പാർവതി. 2nd ക്ലാസ് 2ലാ പഠിക്കുന്നേ. ഹായ് പോലോ. ആ എടാ നീ ശ്രദ്ധിച്ചാ മതി. ഞാൻ ഓക്കെയാ ഗൈസ്. നേരെ താഴെ പോയിട്ട് നമ്മുടെ പൈലറ്റ് എന്താ പൈലറ്റ് ആണോ അത്? എന്റെ നാക്കൊളറുന്നുണ്ടല്ലേ. അവിടെ പൈലറ്റ് ഉണ്ട്. പൈലറ്റ് തന്നെയാണോ പറയാ? ആ പൈലറ്റ് ഉണ്ട്. അതെ, അപ്പൊ പൈലറ്റ് നമ്മളെ പറപ്പിക്കുന്നതാണ് ഗൈസ്. ബാക്കി വീഡിയോയിൽ കാണാം. ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ പറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. Sorry bro. Hey guys. ഞാൻ കേറാൻ പോട്ടാ. നെക്സ്റ്റ് വൺ എന്റെ കേറോക്കല്ലേ
Yes, I enjoyed. Okay. Thank you, Ria. Welcome. So guys, river crafting at the next. River crafting. River crafting. Yes. Paragliding. ഒന്നും പറയാനില്ല. ഇവനില്ല എന്നെ പറ്റിച്ചു ഗൈസ്. സംഭവം ഞാൻ മുകളിൽ കയറിയിട്ട് അയാൾ എന്നോട് പറഞ്ഞു അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റേ കറക്കിയിട്ട് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ബൈ, എന്റെ ഭർത്താവ് എന്നെ കൊല്ലും ഹേ പറഞ്ഞു. ഇവൻ പക്ഷേ ചെയ്തു. അത് ഞാനില്ലേ ഇവന്റെ പെർമിഷന് വേണ്ടി നിന്നതാണ്, അപ്പൊ അതായി പോയി. പക്ഷെ നെക്സ്റ്റ് പാരാഗ്ലൈഡിങ് കഴിഞ്ഞു. സോറി, റിവർ ക്രാഫ്റ്റിംഗ്. ഞാൻ അതിന്റെ ഡ്രസ് ഇടാം കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം. മണാലിയിൽ വന്നിട്ട് ഈ ഡ്രസ് ഇട്ടാൽ നമ്മള് മാത്രമായിരിക്കും ഗൈസ്, ചെരുപ്പൊന്നും ഇടാതെ. വെയിലുള്ളോണ്ട് ഇച്ചിരിയൊക്കെ പിടിച്ചു നിക്കാം, അല്ലാത്ത പക്ഷെ നടക്കത്തില്ല. ഇതാണ് ഡ്രസ്. ഇത് അവിടെ എന്തൊക്കെ തന്നെ ഇടുക. ഇതിനെന്താ പറഞ്ഞ ബോട്ട് റാഫ്റ്റിംഗ് അല്ലേ, റിവർ റാഫ്റ്റിംഗ് അല്ലേ, എന്ത് സംഭവം എന്ന് അറിയില്ല ഗൈസ്. നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു തവണ ഓക്കെയാ. റിവർ ക്രാഫ്റ്റിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ നമ്മൾ കൊടയിൽ പോയപ്പോഴല്ലേ ബോട്ടിംഗ് ആണെന്ന് വിചാരിച്ച് മിസ്സായി. പക്ഷെ ഇന്ന് ബോട്ടിംഗ് അല്ല ഗൈസ്, ഫോൺ വെച്ചോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഹലോ. Okay ma'am, आपका नाम? कीर्ति. Sir. From? Kerala. Yes. How experience? Nice. You water check कर लो गैस में. You check हाँ डालो पानी के अंदर. सर आगे. कैसा है? Guys, अडोले में तो. ओके गाइस, सॉन्ग गाते हैं, ठीक है, केरला का. दित्ती तारा ते. आगे कैसा था गाओ. റിവർ ക്രാഫ്റ്റിംഗ് ആണ്, റിവറിലാണ് പൊളിക്കുകയാണ്. ഇതില് ഇതിന് കണ്ടോ? കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. വീഡിയോ ഒന്നും പറയാനില്ല. സൂപ്പർ. ഒഴുക്കിലൂടെ പോകാൻ പോവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷോക്സ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇല്ലേ നല്ല തണുപ്പുണ്ട്. ആണോ അത്? ചെരുപ്പൊന്നും ഇടാൻ പാടില്ല. Get down. എന്ന് വെച്ചാൽ നമുക്ക് ആയിരിക്കാം. Get down എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരിക്കാം. ओके भैया, मैम भैया की साइड आ जाओ. एक मिनट.
നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു. ബോട്ടിങ് കഴിഞ്ഞു. ഇപ്പൊ റൂമിൽ പോണം. പാൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണം. വെള്ളമായിട്ടുണ്ട്. കുറച്ച് നല്ല ജീൻസ് വേറെയല്ലേ ഉള്ളിലേക്ക് ആയ പോലെ ഫീൽ ചെയ്യണം. ഇനി റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. പാന്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ വീണ്ടും ഇറങ്ങാൻ. എവിടെ പറഞ്ഞ ബ്രോ? ക്ലബ് ഹൗസ്. സമയം ഇപ്പൊ 12:50, 1 മണിയായി. നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കാലത്ത് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അതെ, പോയി റൂം പോയി സെറ്റ് ആയിട്ട് അങ്ങനെ ഇറങ്ങിട്ട് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ പോവാ വിചാരിക്ക. കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പക്ഷെ നമുക്കിന്ന് ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു കാര്യം. അത് ഞങ്ങള് പിന്നെ പറയാം. സംഭവം എന്താണെന്നറിയോ ഗൈസ്, ഞങ്ങള് എന്താണ് എന്ത് ടെമ്പിളാണ്? ഹഡിംബ ടെമ്പിൾ എന്തോ. അവിടേക്ക് പോകാൻ നമ്മുടെ ടാക്സി ഡ്രൈവർ നമ്മളെ അവിടെ വിട്ടിട്ട് പോയിട്ടാ. ഞങ്ങൾ ഇറങ്ങിയതും ഒരാള് വന്നിട്ട് ഒരു ഏട്ടൻ വന്നിട്ട് കപ്പിൾസ് അല്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്കി ഡ്രോ ആണ് പറഞ്ഞു. ഇവൻ ഓപ്പൺ ചെയ്തു, എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോ 4 ഐറ്റംസ് ഉള്ളത്. മാൽദീവ്സ് പാക്കേജ് 3 days 2 night ഉള്ള പാക്കേജ് ഉണ്ട്. പിന്നെ വന്ന് TV, പിന്നെ ലാപ്ടോപ്പ്, മൊബൈല്. അപ്പൊ ഈ TV, ലാപ്ടോപ്പ്, മൊബൈല് നമ്മൾ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ക്യാഷ് തരും. പക്ഷെ മാൽദീവ്സ് പൈസ തരില്ല. അത് നമുക്ക് കപ്പിളായിട്ട് പോവാം. അവര് തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം നമ്മൾ അറിഞ്ഞു. നമുക്ക് മാൽദീവ്സിന്റെ പാക്കേജ് കിട്ടിയിരിക്കുകയാണ്. യെസ് ഗൈസ്, നമുക്കത് കിട്ടി ഗൈസ്. ഇനി ഒരു വർഷത്തെ അങ്ങോട്ടൊന്നുമില്ല, അടുത്തത് ഇനി മാൽദീവ്സ് ഒരു വർഷത്തെ ഇത് പിന്നെ പറയാ. ഇത് തണുപ്പിന്റെ ഫുള്ള് ഹാങ് അടിച്ചിരിക്കുകയാണ്. തണുപ്പ് കാരണം നെഞ്ചടിച്ചിട്ട് ബ്ലോക്ക് ആയി നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്.